മരിച്ചയാളുടെ പേരിൽ വരെ കൂലി. തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക ക്രമക്കേടെന്ന് പരാതി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിൽ ക്രമക്കേടുകൾ വർദ്ധിക്കുന്നതായി പരാതി. കോൺക്രീറ്റ് റോഡ് നിർമ്മാണത്തിന് സിമന്റിന്റെ അളവ് കുറച്ചത് മുതൽ മരിച്ചയാളുടെ പേരിൽ കൂലി തട്ടിയെടുക്കുന്നത് വരെ ഒട്ടേറെ ക്രമക്കേടുകളാണ് തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിൽ സംസ്ഥാനത്ത് നടക്കുന്നത്. ഓംബുഡ്സ്മാന് ലഭിച്ച പരാതികളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും തിരിച്ചുപിടിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 67 ലക്ഷം രൂപ തിരിച്ചുപിടിക്കാൻ ഓംബുഡ്സ്മാൻ ഉത്തരവിട്ടു. അതിൽ 11 ലക്ഷം രൂപ തിരികെ അടച്ച് ഉദ്യോഗസ്ഥർ നടപടികളിൽ നിന്നും ഒഴിവായി. 1400-ലേറെ പരാതികൾ പരിശോധിച്ചായിരുന്നു ഈ നടപടികൾ സ്വീകരിച്ചത്. ഈ സാമ്പത്തിക വർഷം ഇതുവരെ 286 പരാതികളാണ് ലഭിച്ചത്. അതിൽ 187 എണ്ണത്തിൽ അന്വേഷണം പൂർത്തിയാക്കി 5.77 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ ഓംബുഡ്സ്മാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തോട് പുനരുദ്ധാരണ പദ്ധതിയിൽ കയർ ഭൂവസ്ത്രം വിരിക്കാതെ പണം എഴുതിയെടുക്കൽ, ആട്ടിൻകൂട് നിർമ്മാണ പദ്ധതിയിൽ അനർഹരെ ഉൾപ്പെടുത്തൽ, കൊരുപ്പുകട്ട വാങ്ങാൻ ഇരട്ടിയിലേറെ പണം എഴുതിയെടുക്കൽ, മരിച്ചയാളുകളെ കൂലി തട്ടിയെടുക്കാനായി മസ്റ്റർ റോളിൽ നിലനിർത്തൽ തുടങ്ങി ഒട്ടേറെ ക്രമക്കേടുകളാണ് വിവിധ ജില്ലകളിൽ ഓംബുഡ്സ്മാൻ കണ്ടെത്തിയിട്ടുള്ളത്. പദ്ധതി നിരീക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ പലതും കാര്യക്ഷമമായി നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പ്രാദേശിക രാഷ്ട്രീയ ഇടപെടലുകളും ഇതിന് തടസ്സമായിട്ടുണ്ട്. തൊഴിലുറപ്പ് കാര്യക്ഷമമാക്കാൻ പ്രവർത്തികൾ തത്സമയം നിരീക്ഷിക്കാനായി ഡ്രോൺ ഏർപ്പെടുത്തണമെന്നായിരുന്നു ഒടുവിലത്തെ നിർദ്ദേശം. ആ നിർദ്ദേശവും ഇതുവരെ യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ ലഭിച്ചത് തലസ്ഥാനത്ത് നിന്നാണ്. കഴിഞ്ഞ വർഷം 365-ഉം ഈ വർഷം ഇതുവരെ 90 പരാതികളാണ് തലസ്ഥാനത്ത് നിന്ന് ലഭിച്ചത്. കഴിഞ്ഞ വർഷം 305 പരാതികളുമായി ഇടുക്കിയായിരുന്നു രണ്ടാമത്. എന്നാൽ ഇത്തവണ 40 പരാതികളുമായി ആലപ്പുഴയാണ് രണ്ടാമത്. കാസർഗോഡും എറണാകുളവുമാണ് ഇക്കുറി പരാതി കുറവുള്ള ജില്ലകൾ. കാസർഗോഡ് നിന്ന് 1ഉം എറണാകുളത്ത് നിന്ന് 3 പരാതികളുമാണ് ലഭിച്ചത്. ഈ സാമ്പത്തിക വർഷം തീരാൻ ഇനിയും 7 മാസം ബാക്കിയിരിക്കെ പരാതികൾ ഇനിയും കൂടിയേക്കുമെന്നാണ് വിലയിരുത്തൽ.